എനിക്ക് കേക്ക് എനിക്ക് ഇഷ്ടാ. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു ഈ കൊച്ചിനെ കെട്ടുന്നല്ലോ കേക്ക് നല്ലത്. അതെന്താ ഹോർമോൺ ഇല്ലേ? നമുക്ക് തോന്നണ്ടേ അതെ, ആ കൊച്ചു കുറച്ച് ബ്രേക്കപ്പ് മൊമെന്റിലാണേ ഉള്ളത്. കുറച്ച് നന്നായിരുന്നു. എന്താ കുറച്ച് ബ്രേക്കപ്പ് മൂവ്മെന്റ് ഉണ്ടായിരുന്നത്? ആ കൊച്ചു കുറച്ച് ബ്രേക്കപ്പ് മൊമെന്റിലാണേ. അപ്പൊ കമ്പനി കൊടുത്താ നന്നായിരുന്നു. എന്റെ കൂടെ വന്നിട്ട് പോസ്റ്റ് ആയിട്ട് നിൽക്കുക, അതുകൊണ്ട് പറഞ്ഞതാ. അത് കമ്പനി കൊടുക്കാൻ എന്തോ ഞാൻ എന്തോ കൊച്ചിന്റെ തന്തയോ? അതെ, തന്തമാര് മാത്രമാണ് കുട്ടിയുടെ പേരെന്തായിരുന്നു? കുട്ടിയുടെ പേരെന്തായിരുന്നു? അല്ലല്ല, കുട്ടിയുടെ പേരെന്തായിരുന്നു? എന്റെ പേര് സൈല. സെയില. വളരെ മോശം കേട്ടോ സെയില, വളരെ മോശം. ഈ കൂട്ടുകാരികളുടെ ബ്രേക്കപ്പിന് കമ്പനി കൊടുക്കാൻ പറ്റിയ ആൾക്കാരൊന്നുമല്ല. നമ്മൾ താല്പര്യമില്ല. നമുക്ക് നമ്മളിവിടെ എന്താന്ന് പോലും അറിയാതാണ് ഇങ്ങോട്ട് കുട്ടി ഏതാന്നോ കുട്ടിയുടെ ബ്രേക്കപ്പ് നടന്ന പെൺകുട്ടി ഏതാന്ന് പോലും അറിയാതെ നമ്മള് കേക്കോടെ മീശ വെച്ച പുള്ളിയാണ് ഈ പ്രപ്പോസിംഗ് സീൻ ഇരിക്കുന്നത്. ഇയാള് കുട്ടി പ്രപ്പോസ് ചെയ്യുന്നത് നമ്മളിവിടെ പൊന്നെ കേക്കെ. നിങ്ങൾ ഇനി നിർഗുണനായിട്ട് നിക്കല്ലേ? എന്തുവാ കുട്ടിയുടെ പ്രശ്നം? കേക്കേനെ ഈ കൊച്ചിന് ഇഷ്ടമാണ്. എന്ത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് കുറച്ച് സമയം കൊടുക്കണ്ടേ? അതാണ് കേക്കെ കുറച്ച് സമയം എടുത്ത് മറ്റേ ഇതാക്കുന്ന ആളാണ്. ഞാൻ കാറ് മേടിക്കാൻ പോയ പോലെ 4 വട്ടം ചിന്തിച്ച് 4 വട്ടം അത് ഓടിച്ചു നോക്കി. കേക്ക് ഒരു പാഷനേറ്റ് ആയിട്ട് സ്നേഹിക്കുന്നൊരു ആളാണ് കേക്ക്. അല്ല, അപ്പൊ 4 തവണയൊക്കെ കാർ മേടിക്കാൻ പറ്റുമോ? 4 തവണയൊക്കെ കാർ മേടിക്കാൻ പോകുമ്പോ ടെസ്റ്റ് ഡ്രൈവ് 4 തവണയൊക്കെ ഉണ്ട്. പിന്നെ അത് പൊളിറ്റിക്കലി ഭയങ്കര ഇൻകറക്റ്റ് ആണ് കേട്ടോ കേക്ക്. എടോ, തനിക്ക് എന്തൊക്കെ പോവാം. തനിക്ക് പഴം വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് കൊല പഴുത്തിട്ടുണ്ടോ നോക്കി പഴം വാങ്ങിക്കുന്നെന്ന് പറയാം. സമയം എടുത്തിട്ട് പഴം വാങ്ങിക്കുന്നുണ്ടെന്ന് പറയാം. എന്തൊക്കെ തനിക്ക് എക്സാമ്പിൾ പറയാം. താൻ ഈ ടെസ്റ്റ് ഡ്രൈവ് തനിക്ക് നാണമുണ്ടോ? തനിക്ക് നാണമുണ്ടോ? ഒരു സ്ത്രീയുടെ മുന്നിൽ ഇതെന്തൊരു ഉപമയാണോ? മലയാളം പഠിപ്പിച്ചാരാ? താൻ ചെങ്ങമ്പുഴയുടെ അതിന് കവിത വായിച്ചിട്ടുണ്ടോ? ഉപമ പോലും അറിയത്തില്ല. താൻ്റെ ഞാൻ എന്തേലും ചെങ്ങമ്പുഴ പറയാൻ താനാരോ? ചെങ്ങമ്പുഴ ഒരു കവിത ഒരു വരിയെങ്കിലും എനിക്കറിയാമോ? ചെങ്ങമ്പുഴ പാർക്ക്. ചെങ്ങമ്പുഴ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല പുഴ ഏത് പുഴയാന്ന് ചോദിക്കുന്ന ടീമുകളാണ്. ചെങ്ങമ്പുഴയെ കുറിച്ച് കേക്ക് ഞാൻ കാര്യം പറയാൻ ഞാനല്ലോ കേക്ക് ഇങ്ങനെ പറയല്ലേ, വിഷമാവുന്നു. ഇയാള് എന്തേലും സംസാരിക്കും. ഇയാൾ എന്തൊരു ഉപമയാണ് ഒരു പ്രായവരി പെൺകുട്ടി സംസാരിക്കുന്നേ. ഞാൻ എന്താ പറഞ്ഞു? ഞാൻ എന്ത് സാധനം സ്ത്രീയോടൊക്കെ അങ്ങനെ പറയാൻ പറ്റുമോ? താൻ ഷഡ്ഡി വാങ്ങിക്കണമെങ്കിൽ താൻ 4 തവണ ഷഡ്ഡി നോക്കൂ. അല്ല, കാര്യമായിട്ട് ചോദിക്കുക. ഇട്ട് നോക്കണമെന്നില്ല. നമ്മൾ അറ്റ്ലീസ്റ്റ് അത് ലൈക്ക് അതിന്റെ മെറ്റീരിയൽ മെറ്റീരിയൽ നോക്കും, ഇലാസ്റ്റിക് വലിയ ഇലാസ്റ്റിക് ആണോ നോക്കും, ഭയങ്കര പെട്ടെന്ന് വലിഞ്ഞു പോകാനാണോ നോക്കും. പെൺകൊച്ചിനോട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് കേക്ക്. കുട്ടി ഒന്നും വിചാരിക്കരുത് കേട്ടോ. കേക്ക് ഒരു ശയ്യനായി പോയി. ശരി. അല്ല, ഞാൻ ഷൈന്ന് ഞാൻ ഓപ്പണായിട്ട് കാര്യം പറഞ്ഞല്ലോ. സി ലൈക്ക് എനിക്കത് ഇഷ്ടപ്പെട്ടു വേണം എന്ന് പറയാനായിട്ട് ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? ഞാൻ എക്സാമ്പിൾ പറഞ്ഞല്ലേ. അല്ല, എന്താണ് ഉദ്ദേശിച്ചത് കൂടെ കൊച്ചിനോട് പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഏത് മോശമാണത്? ആ കൊച്ചു ഇതുവരെ തോന്നിയിട്ടില്ല. നിങ്ങൾ പറഞ്ഞ പോലെ തോന്നിപ്പിക്കരുത്. നമ്മളാണ് പ്രശ്നം. നമ്മളായിട്ട് ഇനി ഒന്നും പറയണ്ട. ആ കൊച്ചു സഹിക്കട്ടെ. ഇനിയിപ്പം സൈല അനുഭവിച്ചോ കേട്ടോ. ഒന്ന് ഓപ്പൺ ആയിട്ട് പറയാവോ മനസ്സിലെന്താ? ഒന്ന് തുറക്കാൻ കൊച്ചു സംസാരിക്കുവാ. തുറന്ന് എന്നെ ഒന്ന് പറയാൻ സമ്മതിക്കുവോ? അതായത് നമ്മളൊരു കടയിൽ പോയിട്ട് അത് എനിക്ക് ഇഷ്ടപ്പെട്ടു എടുത്തു എന്ന് പറയുന്ന പോലെയാണോ ലൈഫ്? അല്ല. ഇപ്പൊ എന്നോട് പറഞ്ഞു, ഓക്കെ എനിക്ക് ഇഷ്ടാന്ന് പറഞ്ഞു, ഫൈൻ, ഞാൻ അത് കേട്ടു. എന്തൊക്കെയാ അപ്പം ഇനി എന്താ വേണ്ടതെന്താ? അടുത്തത് എന്താ വേണ്ടതെന്ന്
അടുത്തെന്ത് കേക്കാൻ വേണ്ടത് പറയാൻ. അടുത്തെന്താ ഇപ്പൊ കടയിൽ വന്ന് നിൽക്കുന്നവരാണല്ലോ കേക്കാൻ വന്ന് നിക്കുന്നത്. ഇനിയിപ്പോ പറയാം, അല്ലാതെ ഇപ്പൊ ഇയാളുടെ പിന്നെ കൊച്ചെന്ത് പറയാൻ? കൊച്ചു പറഞ്ഞതിന് ന്യായമില്ല. ലേറ്റ് ആയിട്ടാ കത്തിയെ. ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ കടയാക്കിയത്, ഞാൻ ഇതിന് വണ്ടിയാക്കിയതല്ലായിരുന്നു. എടോ നമ്മളില്ല. വണ്ടി കേറി താൻ വണ്ടി കേറി ഇരുന്ന് ഇനി എന്തൊക്കെ വേണം തനിക്ക്? ആ. അല്ല പിന്നെ വണ്ടി വേണം, വണ്ടിയായിട്ട് ഭൂമിക്കാൻ പറ്റത്തില്ല. വണ്ടി കയറി തനിക്ക് എന്തൊക്കെ വേണം? ഇനി ഞാൻ steering വണ്ടി മാറ്റി പിടിച്ച് നോക്കണോ? gear ഇട്ട് കടയാക്കിയപ്പോഴൊക്കെ നോക്കണോ? ചോക്കി എന്തൊക്കെ ചോക്കി പറയുന്നത്. അല്ല പിന്നെ നമ്മള് ഞാൻ പറയുന്നതാണ് ഇയാളെന്താ കുറ്റം. ഊമ പിന്നെ പറഞ്ഞേ? ഞാനാണോ ഇയാൾ- ഊമ പറഞ്ഞേ? അല്ല ജോക്കി, ഉമ്മ പുള്ളിക്ക് അവസരം കൊടുക്കും, പുള്ളി ഒന്ന് ആ, പുള്ളി പറയട്ടെ, നമുക്ക് സംസാരിക്കും, കേൾക്കാം. പുള്ളി അതാ ഇയാളങ്ങ് പറ, എന്തൊക്കെ വേണോ കൊച്ചു ചോദിച്ചിട്ട് പറയാങ്ങോട്ട്. അല്ല ഇത് എന്ത് വേണമെന്നൊക്കെ എന്ത് വേണമെന്ന് പിന്നെ അടുത്തത് അതെനിക്ക് എന്താണെന്ന് മനസ്സിലാത്ത ക്വസ്റ്റ്യൻ വ്യക്തമായില്ല. അല്ല കടയിൽ പോയി സാധനം പല്ല്? മേടിക്കുന്ന പോലെയല്ല ഒരു ജീവിതം. ഓക്കെ, അപ്പൊ പിന്നെ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാനായിട്ട് എന്താ വേണ്ടേ? കേക്കൊക്കെ ഇഷ്ടമാണെന്ന് പെൺകുട്ടിയെ- പറയുന്നതിന് മുന്നേ എന്താ വേണ്ടേ? അതാ ഞാൻ ഉദ്ദേശിച്ചേ. ആ പെൺകുട്ടിയെ ഇഷ്ടമെന്ന് പറയണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ തമ്മിൽ ഒരു അടുപ്പം വേണം. അടുത്തത് നിൽക്കുന്ന ഇനി ഒരു- എടുക്കണോ? ഇനി എടുക്കണോ? ഇനി എടുത്ത് കുറെ കഴിഞ്ഞാ കേറി നിക്കുക. തമ്മിൽ ഓ ഇപ്പൊ ഓക്കെ ആണോ? കേക്ക് ആ, കുറച്ചുകൂടെ അടുപ്പമില്ല. കേക്ക് വി- കേറി ഇരുന്നിട്ട് mentally- മുഖത്തോട്ട് നോക്കൂ. കേക്ക് കണ്ണാടി വെച്ചാലും കേക്ക് എങ്ങോട്ടാ നോക്കുന്നതെന്ന് മനസ്സിലാവും കേട്ടോ. കുറച്ചുകൂടെ മാറി നിൽക്കൂ. മീശ ഇപ്പൊ മുട്ടുമല്ലോ കേക്ക് ഒന്ന്. പോലത്തെ പോക്കായില്ലേ. കേക്ക് എന്റെ മുഖത്ത് നോക്കി വേണമെങ്കിൽ സംസാരിച്ചോളൂ കുട്ടിയോട്. കേക്ക് ഒന്ന് വാ പറഞ്ഞോ. തുറന്നൊന്ന് എന്തെങ്കിലും പറയാ, കൊച്ചിനോട് എന്തിനും പറയാ. കൊച്ചു എത്ര കഷ്ടപ്പെടും. ആരെയും ഇങ്ങനെയൊക്കെ ചെയ്യും? ഒരു പെൺകൊച്ച് ഇത്ര ധൈര്യത്തോടെ വന്ന് ഇത്ര തുറന്ന് പറഞ്ഞിട്ട് പോലും കേക്ക് ഒരുമാതിരി മിണ്ടാതെ. നിങ്ങളിങ്ങനെ ഈ ഷർട്ട് തുറന്നിട്ട് വെള്ളം ഡാമിന് വെള്ളം പോണെന്ന് സംസാരിക്കില്ലേ? നമ്മള് ഞാൻ ഒന്ന് മിണ്ടാതിരിക്കുക. പറഞ്ഞോട്ടെ. എന്നാ പിന്നെ കേക്ക് പറ. എന്നാ കേക്ക് പറഞ്ഞോ കേക്ക്. അതാ ഒന്നും പറയുന്നില്ല. നമ്മുടെ ഷട്ടർ അങ്ങ് അടച്ചേ. കേക്ക് ഒന്നും പറയുന്നുമില്ല. കേക്ക് എന്തിനു പറ കേക്ക്. കേക്ക് കേക്ക് കേക്കാവോ? ഞാൻ ഒന്ന് 2 മിനിറ്റ് കൂട്ടിട്ട് സംസാരിച്ചോട്ടെ. ആ സംസാരിച്ചു. നമ്മള് മിണ്ടത്തില്ല, വാർക്കത്തില്ല. നമ്മള് വാർക്കത്തില്ല കേക്ക്. അനുസരിച്ച് വന്ന് അതെന്തോ അപ്പുറത്ത് മാറിപ്പോയി സംസാരിക്കുന്നത്. നമ്മുടെ അടുത്ത് നമ്മളെന്തോ തന്റെ ആരും ഇല്ലയോ? ആ പ്രൈവസി വേണമായിരിക്കും. സംസാരിച്ചു സംസാരിച്ചു. നമ്മള് മിണ്ടത്തില്ല. privacy വേണ്ടേ? ആ സംസാരിച്ചു. നമ്മള് മിണ്ടത്തില്ല. ഇന്ന് അങ്ങോട്ട് പോയോ? ഈ ആടി പിടിച്ചോണ്ട് പോയി ഇവിടെ. ജോക്കി പറഞ്ഞു ഒരു കാര്യം പറഞ്ഞു. ആ. സ്ലാഷ് ക്യാമറ മോഡ് ഇവിടെ നിന്നിട്ട് സ്ലാഷ് ക്യാമറ മോഡ് എന്നിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യും. ചേഞ്ച് ഓഫ് വി മാക്സ് ഇടും. സ്നേഹത്തോടെ അല്ലേ വന്ന് ഞാൻ ഇഷ്ടാന്ന് പറഞ്ഞത്. ഇയാള് ആരാടാ? ചോദ്യം ചോദിക്കില്ലല്ലോ. നമ്മുടെ സിറ്റിയിൽ ഇത്രയും ചോദ്യം ചോദിക്കുന്ന പീടി പോലും ഇല്ല. എന്റെ സ്നേഹം എന്തിനാ കണ്ടില്ലാതെ നടിക്കുന്നേ? കണ്ടില്ല നടിക്കുന്നത് ഞാൻ കാണാത്തോണ്ടല്ലേ. അപ്പൊ ഇത്രയും നേരം ഞാൻ കാണുന്നില്ലേ? കണ്ടില്ലാതെ നടിക്കുന്നത് അതല്ല ഞാൻ പറഞ്ഞപ്പോ എന്നോടൊന്ന് ഇഷ്ടം പറഞ്ഞു, ഞാനത് കേട്ടു. അതെ ഞാൻ തന്നെ റെസ്പെക്ട്. അപ്പൊ തിരിച്ചത് വേണ്ടേ? കണ്ടില്ലാതെ നടിക്കുന്നത് ഞാൻ കാണാത്തോണ്ടല്ലേ. അപ്പൊ എന്താ ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കണോ അതോ ഞാൻ വേറെ തപ്പി പോണെന്നാണോ? അങ്ങനെയല്ല, നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കണോ അതോ വീട്ടുകാരോട് നിങ്ങൾ ആരെങ്കിലും കണ്ടുപിടിച്ച് എനിക്ക് നോക്കിക്കോ എന്ന് പറയണോ? എന്താ ഞാൻ ചെയ്യണ്ടേ? അല്ല അത് സേലയുടെ ലൈഫ്, സേലയുടെ ഇഷ്ടല്ലേ. ഇപ്പൊ ഒരാളുടെ ഇഷ്ടം പറഞ്ഞു. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു കണ്ടില്ലാതെ നടിക്കുന്നത് എന്തുകൊണ്ടാ? കണ്ടില്ലാതെ നടിക്കുന്നത് കാണാത്തോണ്ടാ. എന്താ പറയാ? മീൻസ് ഒരു ചെറിയൊരു ഹോപ്പെങ്കിലും തന്നിരുന്നെങ്കിൽ ഞാൻ ഹോപ്പിന്റെ പുറത്ത് ഞാൻ കാത്തിരിക്കാം എത്ര നാള് വേണമെങ്കിലും. അല്ല ഹോപ്പ് തരണേം പോലും എന്താ പറയാ, നമ്മൾ തമ്മിൽ അടുപ്പം വേണ്ടേ? അടുത്ത് നിൽക്കാനല്ല ഉദ്ദേശിച്ചത്, തോളത്ത് നിൽക്കാനല്ല ഉദ്ദേശിച്ചത്. ഒരു അടുപ്പം വേണ്ടേ? ലൈക്ക് മെന്റലി. അപ്പൊ ഇനി സമയമുണ്ടല്ലോ. അപ്പൊ അടുപ്പൊന്നും ഇല്ലാണ്ട് നമ്മളെങ്ങനെയാ ഇത്? വർഷങ്ങളായിട്ട് കൂടുതലുള്ള ആൾക്കാർ തോന്നി എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെയാണോ? അതെന്താ ഹോർമോൺ ഇല്ലേ? ഹോർമോണില്ല, നമുക്ക് തോന്നണ്ടേ? കാതൽ അല്ലെങ്കിൽ ലവ് ഹോർമോണാ? ഞാൻ അവരോടൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഈ പുള്ളിക്കൊന്നും അതെ ഈ പുള്ളിക്കൊന്നും ഉള്ളിന്ന് വരുന്നില്ലെന്നാ പറയുന്നേ. ഒരു സെക്കൻഡ് ജോക്കി. വന്നോ? പറഞ്ഞു. ഈ പുള്ളിക്ക് ഒന്നും ഉള്ളിൽ നിന്ന് വരുന്നില്ലെന്ന് ജോക്കി. അതിന്റെ ഇടയ്ക്ക് ഇയാള്
അതൊക്കെ അയച്ചിട്ടു. അതല്ല മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഓ കൊച്ചെ മലയാളം സംസാരിക്കാട്ടോ. അങ്ങനെ പറഞ്ഞത് എന്നോട് അങ്ങനെ പറഞ്ഞത്. തന്റെ ഉള്ളിൽ എന്തുവാടോ വരാത്തേ? ഉള്ളി എന്താ വരാത്തെന്നോ? ഓ ഉള്ളിയാണോ സവാള? സവാള താൻ എന്താ തന്റെ ഉള്ളിൽ നിന്ന് എന്താ വരാത്തേന്നൊന്നും? ജോക്കി ചായ ഇപ്പൊ കണ്ട ആളുടെ അടുത്ത് ഞാൻ എന്ത് പറയണം? സുഖമാണോന്ന് ചോദിക്കണം. ഞാൻ പറഞ്ഞു എനിക്കൊരു ഹോപ്പ് തന്നാലും ഞാൻ കാത്തിരിക്കാം, എത്ര നാള് വേണമെങ്കിലും കാത്തിരിക്കാം. പക്ഷെ അതിനും തയ്യാറല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം അതും പറയുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് അടുത്ത് ഇടപെടണം കേട്ടോ. കുറച്ച് അല്ലല്ല അതല്ല ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ സെയിൽ എന്നും കേക്ക് എടുത്ത് സംസാരിക്കൂ, കേക്കായിട്ട് ഇടപഴകൂ. അപ്പൊ എന്നെ വിളിക്കാവോ സിറ്റി വരുമ്പോഴൊക്കെ? സിറ്റി വരുമ്പോ വിളിക്കാൻ ഇയാളെന്തുവാ കാക്ക വല്ലോ? അല്ല മീറ്റ് ചെയ്യാം, അങ്ങനല്ല ഡേറ്റിന് പോവാം, മീൻസ് കോഫി ഡേറ്റ്. ഇതൊക്കെ നിങ്ങൾ സംസാരിക്കണ്ടല്ലേ, ഞാൻ എന്തിനാണ് സംസാരിക്കുന്നത്? യു ഗൈസ് ടോക്ക് ഈച്ച് അതർ. നോ ഞാൻ വിളിക്കണോ? അപ്പൊ കേക്കൊക്കെ എന്നെ വിളിച്ചൂടെ? ഞാൻ വരാൻ നോക്കാം, മാക്സിമം വരാം. എനിക്ക് അറിയണം, എനിക്ക് ഓൾറെഡി ഇഷ്ടാണല്ലോ കേക്കൊക്കെ അല്ലേ അടുത്ത് അറിയേണ്ടത്. ഇവിടെ വണ്ടിയിലിട്ട് ഒരു സ്ഥലം വരെ പോയാലോ? എവിടാ ഞാൻ ഇറങ്ങും കേട്ടോ മിക്കവാറും. ഇപ്പോഴോ? ഓ പരിപാടി ബർത്ത്ഡേ എന്തോ പരിപാടി ഉണ്ടായിരുന്നേ, അവിടെ ഒന്ന് പോണമായിരുന്നു. ഇപ്പഴായിരുന്നു, ഇപ്പൊ പോണായിരുന്നു. ഞാൻ വണ്ടിയിലിട്ടെ വിട്ടോ. ജോക്കി ഇപ്പൊ ഇറങ്ങോ? ഞാനും അങ്ങനെ പുറത്തോട്ടൊന്നും അങ്ങനെ ഇറങ്ങുന്നില്ല. ഓ ഇന്ന് 4.5 മണിക്കൂറായെന്നേ. പിന്നെ എന്നെ കാണുന്നേ അല്ല മുതുക്കിലൊന്നും അങ്ങനെ കൂടുതലൊന്നും പോയിരിക്കാറൊന്നുമില്ല. സിറ്റി വന്നു കഴിഞ്ഞാൽ കുറച്ച് ഉള്ളിലോട്ടൊക്കെ ആയിരിക്കും ഞാൻ കാണുക. എന്താണ് ഇങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ പീടി പോലും ഇങ്ങനെ ചോദ്യം ചോദിക്കും. ഉള്ളീന്ന് പറഞ്ഞു കഴിഞ്ഞാ താൻ കടയിൽ പോയിരുന്നു, ഉള്ളിയിൽ എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കസേര പോയിരുന്നില്ലേ കാപ്പി കുടിക്കുന്നേ? താൻ എന്തുവാ? താൻ പ്രൊഫസർ വല്ലോ? എന്റെ പൊന്നു സ്ത്രീയെ വേറെ വല്ല മറ്റേ നാരദൻ തമ്പി ഉണ്ടല്ലോ, പുള്ളി കാണാൻ പോയി പ്രേമിക്കുമോ? സത്യം ഈ കടുവ വെട്ടിയവനെ ഒന്നും പേടിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ വണ്ടിയെ കയറ പ്രേമിച്ചിട്ട് ജംഗ്ഷനിലോട്ട് വിടാം. എടാ ബർത്ത്ഡേയുടെ കൂടെ പോവാം. ബർത്ത്ഡേയുടെ പാർട്ടിയും കൂടെ പോയിട്ട് വരാം. എന്താ ചെയ്യാ? എന്ത് ചെയ്യാനാ? നിങ്ങൾ എന്തിനും വല്ലോ അവിടെ തന്നെയാണ് ഇപ്പോഴും. കേക്ക് ഹോർമോണിന്റെ എന്തെങ്കിലും ചേഞ്ച് കുറവെന്തെങ്കിലും രണ്ടുപേരും അല്ല കാരണം ഹോർമോൺ ഒരു പെണ്ണിനെ കണ്ട അപ്പൊ തന്നെ ഐ ലവ് യു പറയുന്ന ടൈപ്പ് ഓഫ് ആളല്ല ഞാൻ. അങ്ങനല്ല. ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണ് ഫ്രണ്ടിൽ വന്നെന്ന് ഇഷ്ടാന്ന് പറഞ്ഞിട്ട് കുറച്ചു പോലും ഹോപ്പ് തരാൻ പോലും തയ്യാറല്ലെങ്കിൽ അത് വേറെന്തോ പ്രശ്നമാണ്. മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര പറയിപ്പിച്ചല്ലോ. സുന്ദരിയായ ഒരു കുട്ടിയുടെ പേരെന്താണ്? സെയില. കുട്ടിയുടെ പേര് മാറ്റി കാമിനി എന്നിടണം കേട്ടോ. ആ മുഖത്തിന് കാമിനിയാണോ? എടോ താൻ പോടോ. കാമിനി എന്നല്ല വിളിക്കണ്ടേ, ഗോമതി എന്നാ വിളിക്കണ്ടേ. കാമിനിയെ പഴയ DGP മോദം നോക്കിക്കൊണ്ടിരിക്കുമല്ലോ. അല്ല അത് ജോക്കിക്ക് അറിയത്തില്ല പുള്ളിക്കാരിയെ. പണ്ടൊരു കാമിനി ഉണ്ടായിരുന്നു ജോക്കി. അപ്പൊ കാമിനിയൊക്കെ പരിചയമുണ്ടല്ലേ കേക്ക്? അപ്പൊ ഹോർമോൺ കാണും കേട്ടോ. ഹോർമോണിന്റെ പ്രശ്നമൊന്നുമില്ല. ഹോർമോണിലേക്ക് കുറച്ച് ഹോർമോൺ കുത്തിവെക്കാം. ഇത് വേറെന്തോ പ്രശ്നമാണ് പുള്ളിക്കാരനെ. എടോ തനിക്ക് താൻ കുട്ടിയെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ താൻ കുട്ടിയുടെ മുഖത്തൊക്കെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറ. താൻ എന്ത് പോയി ഇത്തേതാടാ കളിക്കുന്നത്? വിഷമമായാലോ പാടത്തിന്. പിന്നെ പെണ്ണ് കെട്ടാരി ആണ് കെട്ടായിരിക്കുന്ന കൊച്ചൊന്നുമില്ലെന്ന് തോന്നുന്നത്. അതിനെ ഈ തന്നെക്കാലം കാണാൻ കൊള്ളാം. എന്റെ പൊന്നെ സെയില, തനിക്ക് എന്ത് കണ്ടിട്ടാണ് ഈ കേക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അങ്ങനെ മീശയും എനിക്ക് ക്രഷായി സാധനം. കുറച്ച് വികാരമുള്ള വല്ല മനുഷ്യന്മാരെ നോക്കൂ.
പക്ഷെ വികാരം ഇല്ലാത്ത മനുഷ്യനാണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. മനസ്സിലായില്ലേ വികാരമില്ലാത്ത മനുഷ്യന്മാരെ ലോകത്തുണ്ട്. വണ്ടി ഓടിക്കാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതായിരിക്കും. വേറെ എന്തെങ്കിലും ഓടിക്കാറുണ്ടോ അതിന് കാണാൻ? എന്റെ പൊന്നു കേക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ 25 എന്റെ ഒന്ന് ജീവിതകാലം മിക്കവാറും മറ്റേ ഓഫീസിൽ ഇരുന്ന് വണ്ടി ഓടിക്കാനുള്ള ഗതിയുള്ളെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് താനൊക്കെ ഒരു പെണ്ണൊക്കെ കെട്ടി ഇനി പെണ്ണിനൊരു കുട്ടിയൊക്കെ ആയിട്ട് കുടുംബമായിട്ട് ജീവിക്കുന്നു. എനിക്ക് തനിക്ക് ബെസ്റ്റ് ആ ദേവകുട്ടി എങ്ങാണ്ടാന്ന് തോന്നുന്നു. അതാകുമ്പോ മീശയൊക്കെ പറിച്ച് പിഴുതിരിക്കുക. ഇയാൾ എന്തുവാ ഇയാൾ അടിച്ചു പോയോ? ഇല്ല ഞാൻ ഈ വഴി തപ്പിക്കൊണ്ടിരിക്കും. ഇവിടുന്ന് 63 ആണോ മരം കയറി നോക്കാം. കേക്കെ ഞാനൊരു കാര്യം പറയട്ടെ കേക്കെ താനൊരു ശുംബനാണ്, മനസ്സിലായോ? അതൊരു കോംപ്ലിമെന്റ് ആയിട്ടാണ്. ഇയാളുടെ പ്രശ്നം ഇതാണ്. വായൊക്കെ ഒന്ന് തുറന്ന് പെമ്പിള്ളാരോടൊക്കെ സംസാരിക്കും. ഇത് 2 പെമ്പിള്ളാർ ബർത്ത്ഡേ യുക്കി. ജെനി ആൻഡ് ഹന്ന. അപ്പൊ എന്റെ ബർത്ത്ഡേക്ക് ഇങ്ങനെയുള്ള സെറ്റപ്പ് വെക്കണം കേട്ടോ. 26-ാം തീയതി ജൂൺ 26-ാം തീയതി. അത് കൊള്ളാം കേട്ടോ. ഈ ബലൂൺ ആണോ ഇത്? സ്റ്റീൽ പാത്രം ബോളാണോ തോന്നുന്നു കേട്ടോ. 2 ഇടിയും കൊടുത്താലോ. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട് കപ്പിളിനെ കാണാൻ. ജാനകിയാ? ജെനി ഹാപ്പി ബർത്ത്ഡേ ജെനി. ഹന്ന ഹാപ്പി ബർത്ത്ഡേ ഹന്ന. പിന്നെ ഇതാരും കാർലോയാണോ? അവൻ ടെർമിനേറ്റർ പോലെ നിൽക്കുന്ന അടിച്ചു പോയി. എങ്ങനുണ്ട് ജീവിതമൊക്കെ മോനെ? ജീവിതമൊക്കെ എന്താ ഇങ്ങനെ പോകുന്നു? തട്ടിമുട്ടി. അല്ല മറ്റേ പരിപാടിക്ക് പങ്കെടുത്തില്ലേ? പരിപാടിക്ക് മറ്റേ ഞാൻ പോയെന്ന് എന്ത് അവൻ സൈക്കിളും തരുന്നില്ല, പറക്കാനുള്ള പാരച്യൂട്ടും തരുന്നില്ല. ചുമ്മാ അവിടെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓ സത്യം, ഞാനും കുറച്ച് കഴിഞ്ഞപ്പോ ഞാനും നിർത്തി മടുത്ത് പോയി. അത് ടെർമിനേറ്റർ നേരം കേക്ക് ആണോ? പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനതാ പറഞ്ഞോണ്ടിരുന്നത്. പെമ്പിള്ളാര് കണ്ടോ? ഇത് കേക്ക് മോനെ. ഇത് ഹായ് കേക്ക് ബ്രോ. ഇത് ജെനിയാണോ? അതെ അതെ. ജെനി നമ്മൾ പണ്ട് കണ്ടിരുന്നു. അന്ന് കണ്ടത് പിന്നെ കണ്ടിട്ടില്ല. നല്ല പ്രായം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെ മുടിയൊക്കെ അന്ന് പ്രായം നല്ല പ്രായം ഉണ്ടായിരുന്നില്ലേ? ഇല്ല അന്ന് താടി തന്നെ. ഇത് ബോണ്ടേ ബോണ്ടേ സ്മരിക്കാറുണ്ട് കേട്ടോ പീടി പോകുമ്പോ. ബോണ്ടിനെ ഇടയ്ക്ക് അന്വേഷിക്കാറുണ്ട് പീടി പോകുമ്പോ. ബോണ്ട് നന്നായി തോന്നുന്നു. തല്ലി പഠിപ്പിച്ചോ അമ്മ? അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ. സന്തതിയല്ലേ? തന്തയുടെ ഗുണമൊന്നും കിട്ടിയിട്ടില്ല എന്നെ പോലെ. ശരി. ആരടുത്ത് മിണ്ടാനാടാ? വരുന്ന ഇതൊന്ന് പോവാന്ന് വെച്ച് കഴിഞ്ഞാ ഇയാള് അപ്പാപ്പനോടെ പോയി. ശരിയാക്കിയാൻ പോയതാ. ജെനി പോയിട്ട് വരാം. ഹന്ന ഇവിടെ കൂടുന്നോ? കേക്ക് ഇങ്ങോട്ട് വന്നേടോ. കേക്ക് ഇങ്ങോട്ട് വന്നേടോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എന്തിനാണോ താനിങ്ങോട്ട് വന്നേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ തിന്നാനൊന്നും കിട്ടൂലേ? പിന്നെ ഇയാളിത് എവിടെ പോയി?
ഞാൻ എവിടെ ഉണ്ട്? അല്ല അത് യാത്ര പറയാൻ പോയി കുടുംബക്കാരുടെ മരുമോളല്ലേ. ഞാനിങ്ങനെ നടന്നു. ചിത്രഗുപ്ത എന്റെ ബെഡ് മെയ് 1 എനിക്ക് ഇതുപോലെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി തരണം കേട്ടോ. ഏത് ചിത്രഗുപ്തൻ? അല്ല സോറി, ചിത്രഗുപ്തന് പെമ്പിള്ളേരെ കേക്ക് കരച്ചിലൊക്കെ എന്റെ ബെഡ് ആണ് മെയ് 1 ബെഡോ? അല്ല ബെഡ്. പെണ്ണുമ്പിള്ളി ആരെയും ചിത്രഗുപ്തനെ വിളിക്കുന്നതിന് തലയ്ക്ക് എന്തോ ഓളം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. സോറി മറന്നു. എന്തൊക്കെയാ ഈ പെണ്ണ് പറയുന്നത്? ഇതാ മറന്നു. എനിക്കറിഞ്ഞോളാം, നിങ്ങൾ വല്ല ഓർമ്മിപ്പിച്ചാണ് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത്. ആളൻ നിങ്ങളെ മറ്റേ വിരല് വല്ലതും കൂട്ടി മുട്ടിച്ചായിരുന്നു പഴയ ഓർമ്മകൾ വല്ലതും? ധീരെ 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 അത് തന്നെ. കുട്ടി വണ്ടി കയറിയിരുന്ന ആ പെണ്ണ് എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പുള്ളിയുടെ വിരളം മുട്ടിയപ്പോൾ പഴയ ഓർമ്മകൾ വല്ലതും വന്നു സൈലേ? അറിയില്ല. ഒരു മിനിറ്റ് കേക്ക് ഒന്ന് ഇറങ്ങി. കേക്ക് ഒന്ന് ഇറങ്ങി. കേക്ക് കംഫർട്ടബിൾ ആയിരുന്നു. കേക്ക് പിന്നെ ഇയാൾ ആര് കംഫർട്ടബിൾ ആവാൻ? ഞാൻ അറ്റ്ലീസ്റ്റ് എവിടെയെങ്കിലും ഫ്രണ്ട് ഇരുന്നോട്ടെ. കാര്യം ഓഫീസിലാണ് കിടന്ന് നാണിക്കാതുള്ളൂ. തന്നെ എന്തോ ആ കൊച്ചു കയറി പിടിച്ചോ? അയ്യോ ഇത് അപ്പൊ ഒന്ന് മുതുക്കിലോട്ടൊന്ന് പോണേ. ഒന്ന് അടുത്തടുത്തിരുന്നെന്ന് വെച്ചിട്ട്. പോ 4-5 മണിക്കൂർ ആവുന്നേ. ഞാൻ മനുഷ്യനാന്നേ, ഇത്രയൊക്കെ എനിക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളേ. നിങ്ങൾ 1 മണിക്ക് കയറി വന്നിട്ട് പോവാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തോ പറയണ്ടേ? 1 മണിക്കോ? സാറ് എവിടെയാ? എവിടെയാ? മുതുക്കിലോട്ട് മാർക്ക് ചെയ്തോ? അതെന്താ? ഞാൻ അങ്ങോട്ട് വരുവാ ഇപ്പൊ എത്തും. അപ്പാപ്പനൊക്കെ പോയോ? ഓക്കെ ശരി. നാളെ കാണാം. 4 മൈലിന്റെ കാര്യം 4 മൈൽക്കുറ്റികൾ താണ്ടറവിന് പറഞ്ഞോ അണ്ണു. കേട്ടില്ല. കുട്ടി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുട്ടി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പേരറിയാവോ? അല്ല ജോക്കിനെ അണ്ണൂന്ന് ഇങ്ങനെ പലരും വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഒബ്സർവ് ചെയ്തപ്പോ കേട്ടതാണ്. പിന്നെ എപ്പോഴും പറയാറുണ്ട്. SRK എനിക്ക് ഫസ്റ്റ് സിറ്റി വന്നപ്പോ കിട്ടിയ കമ്പനിയാ, അപ്പൊ അങ്ങനെ സംസാരിച്ചതാ. SRK ഒരു കമ്പനിയാണോ? മനുഷ്യനല്ലേ? കമ്പനിയാണെങ്കിൽ GST നമ്പർ പറയൂ. ടിൻ നമ്പർ പറയൂ. എത്ര എംപ്ലോയീസ് ഉണ്ടെന്ന് പറയൂ. SRKയുടെ ഫുൾ ഫോം എന്താണ്? കമ്പനിയുടെ എന്ത് ടൈപ്പ് ഓഫ് കമ്പനിയാണ് പറയൂ. എവിടെ രജിസ്റ്റർ ചെയ്തേക്കുന്നത്? തനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് തനിക്ക് മൊത്തം ഷെയർ എഴുതി തന്നു. ആ കമ്പനി അതോ ഒരു ഫ്രണ്ടായിട്ട് കിട്ടിയ കമ്പനി, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഫ്രണ്ടായിട്ട് കിട്ടിയ കമ്പനിയുടെ പേരെന്താ? ആ കമ്പനി അല്ല, അതാണ് ഈ 70-യുടെ വസന്തങ്ങളായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും അറിയാൻ പറ്റില്ല. ജെൻസി വാക്കുകളൊന്നും അറിയാൻ പറ്റാത്തത് എന്റെ പ്രശ്നം. അമ്മായി ജെൻസി ആവൂ. ഡൈ അടിച്ച് കളർ മാറ്റി വന്നു കഴിഞ്ഞാൽ കേക്കയുടെ ഭാവിയുടെ ഭാര്യയോടാണ് ഇവര് സംസാരിക്കുന്നത്. അങ്ങനൊരു അബദ്ധം പറ്റരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതെ, ഞാനും. എനിക്കൊരു സത്യം പറയാനുണ്ട്. സത്യം പറയുന്നതും കള്ളം പറയുന്നതും ഒക്കെ എന്റെ പൊന്നു കേക്ക്. ഞാനൊരു കാര്യം പറയട്ടെ, സത്യം പറഞ്ഞ ഈ കൊച്ചിനെ ഞങ്ങൾ കെട്ടുന്നതല്ലോ കേക്ക് നല്ലത്. സത്യം അങ്ങനെയല്ലോ പറഞ്ഞത്. നമ്മള് എന്റെ പൊന്ന് ഇതെന്ത് ഇവിടെ കീറി വന്നു കഴിഞ്ഞ വണ്ടി മാറ്റി ഇറക്കിവിട്ടെ. എനിക്ക് നമ്മളെ നിർത്തി. നമ്മളങ്ങോട്ട് പോവാന്നേ കേക്ക്. ഞാൻ അങ്ങോട്ട് പോവാനേ. ജോണി പാപ്പ ശീല ഞാൻ അങ്ങോട്ട് പോവാനേ. നീ ഉറങ്ങുവാന്നോ? നട കൂടി ഇന്നൊക്കെ ഇറങ്ങുന്നു. ഇങ്ങോട്ട് കേറി ഇറങ്ങി കൂടി.